ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം കാണുക, ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു, വീഡിയോൻ്റെ അടിയിൽ കാണുന്ന കമൻറ്റുകളിൽ നിന്ന് നല്ല 4 കമൻറ്റുകൾ എടുത്ത് വീഡിയോൻ്റെ തുടക്കത്തിലിടുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാമെന്ന്. അങ്ങനെ തിരഞ്ഞെടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 3-4 കമൻറ്റുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ ദൗത്യം തന്നെയാണെന്ന്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ വീഡിയോക്ക് ഇങ്ങനെ ഒരുപാട് വ്യൂസൊന്നുമില്ല, അതിൽ കുറേ ഒന്നും എണ്ണി തീർക്കാനൊന്നുമില്ല. പരമാവധി പോയി കഴിഞ്ഞാൽ 500-600 ഒക്കെയാണ് അതിൻ്റെ ഒരു മാക്സിമം എന്ന് പറയുന്നത്. എന്നാൽ അതിനൊരു നല്ല വശവും കൂടിയുണ്ട്. അതായത് തെയ്യം കാണുകയും ഇഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ എൻ്റെ അവതരണമൊക്കെ വളരെ ശ്രദ്ധിച്ച് കാണുകയും അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി വിലയിരുത്തുകയും ചെയ്യുന്ന കുറേ കുടുംബാംഗങ്ങളാണ് എൻ്റെ ഈ ചാനലിലുള്ളത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരോടുള്ള നന്ദി ഒന്നുകൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. തെയ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷ്ണുമൂർത്തി എന്ന തെയ്യത്തിൻ്റെ തോറ്റമാണ് നിങ്ങൾ ഈ അരങ്ങത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തോറ്റം എന്ന പദത്തെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത് 2 തരത്തിലാണ്, 2 അർത്ഥത്തിലാണ് തെയ്യക്കളത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്നാമതായി തെയ്യത്തിൻ്റെ പുരാവൃത്തവും ചടങ്ങുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന തോറ്റം പാട്ട് എന്ന അർത്ഥത്തിൽ. രണ്ടാമതായി തെയ്യത്തിൻ്റെ മുന്നോടിയായി അവതരിപ്പിക്കുന്ന അതേ തെയ്യത്തിൻ്റെ തന്നെ ചെറിയ കെട്ടിക്കോലം. രണ്ടാമതായി പറഞ്ഞ ഈ തോറ്റത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും ഇങ്ങനെ ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ വാചകത്തിലോ ഒതുക്കാൻ കഴിയുന്നതല്ല. കാരണം മറ്റൊന്നുമല്ല, തോറ്റം തന്നെ പല വിധത്തിലുണ്ട്. ഒരു തെയ്യത്തിന് തന്നെ വ്യത്യസ്തമായ തോറ്റങ്ങളുണ്ട്. എന്നാൽ തോറ്റത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നു തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പം നാളെയാണ് തെയ്യത്തിൻ്റെ കെട്ടിയാട്ടമെങ്കിൽ ഇന്ന് രാത്രിയിലായിരിക്കും മിക്കവാറും ആ തെയ്യത്തിൻ്റെ തോറ്റം അവതരിപ്പിക്കപ്പെടുക. കെട്ടിയാടാൻ പോകുന്ന തെയ്യത്തിൻ്റെ പുരാവൃത്തം, എന്തിനു വേണ്ടിയാണ് ആ തെയ്യം സമൂഹത്തിൽ നിലകൊള്ളുന്നത്, എങ്ങനെയാണ് തെയ്യം ഈ കാവിൽ എത്തിച്ചേർന്ന് തുടങ്ങിയ ചരിത്രങ്ങളെല്ലാം തോറ്റം വിസ്തരിച്ചാടും. തെയ്യത്തെ അപേക്ഷിച്ച് വളരെ ലളിതമാണ് തോറ്റത്തിൻ്റെ വേഷഭൂഷാദികൾ. അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ വിസ്തരിച്ചാടാൻ യാതൊരുവിധ പ്രയാസവുമില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് വിഷ്ണുമൂർത്തി എന്ന തെയ്യത്തിൻ്റെ തോറ്റമാണ്. വിഷ്ണുമൂർത്തിയെക്കുറിച്ചുള്ള ഒട്ടേറെ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ തന്നെ തമ്പനയിൽ നോക്കിയാലും വിഷ്ണുമൂർത്തിയെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയും. കുരുത്തോല കൊണ്ടുള്ള അരയൊലിയും അരയോടെയൊക്കെ ആയിട്ട് വലിയ അണിയലങ്ങളുമായിട്ടാണ് വിഷ്ണുമൂർത്തി അരങ്ങത്തെത്തുന്നത്. അത് എടുത്തുകൊണ്ട് അത്ര തന്നെ ആടാൻ കുറച്ച് പ്രയാസം തന്നെ ഉണ്ട്. അതിലുപരി നരസിംഹമൂർത്തിയെ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം വിഷ്ണുമൂർത്തിക്ക് തെയ്യക്കളത്തിൽ ഉടനീളം നിൽക്കുവാൻ. മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരമാണല്ലോ തെയ്യക്കളത്തിലെ വിഷ്ണുമൂർത്തി. എന്നാൽ തോറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അണിയലങ്ങളുടെ ഭാരമൊന്നും തെയ്യക്കളത്തിൽ പ്രശ്നമാവുന്നില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും, കേവലമായ പട്ടുടുപ്പും ചെറിയൊരു കിരീടവും മാത്രമാണ് വിഷ്ണുമൂർത്തിയുടെ തോറ്റത്തിന് ആവശ്യമായത്. തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ ഉപദ്രവിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പിതാവായ ഹിരണ്യകശിപു എന്ന അസുരനെ വധിക്കാൻ വേണ്ടിയാണല്ലോ നരസിംഹാവതാരം രൂപമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തെയ്യക്കളത്തിലെ ഏറ്റവും പ്രധാനമായ ചടങ്ങും ഈ ഹിരണ്യകശിപുവിൻ്റെ വധം തന്നെയാണ്. ദേവന്മാരിൽ നിന്ന് ഒരുപാട് വരബലം നേടിയതുകൊണ്ട് തന്നെ ഹിരണ്യകശിപുവിനെ വധിക്കാൻ ഒരുപാട് നിബന്ധനകളാണല്ലോ. ദേവനോ അസുരനോ അതുപോലെ മനുഷ്യനോ ഹിരണ്യകശിപുവിനെ വധിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ രാത്രിയിലും പകലും ഹിരണ്യകശിപുവിനെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നിബന്ധനകളിൽ ഒന്നും പെടാത്ത ആളായിരിക്കണം. അതേപോലെ തന്നെ കൃത്യമായ സമയവും പാലിക്കണം. അങ്ങനെയാണ് ത്രിസന്ധ്യ നേരത്ത് ദേവനോ മനുഷ്യനോ അസുരനോ അല്ലാത്ത നരനും സിംഹവും ദേവനും കൂടി ചേർന്ന നരസിംഹമൂർത്തി ത്രിസന്ധ്യ നേരത്ത് ഹിരണ്യകശിപുവിനെ വധിക്കാൻ ഒരുങ്ങുന്നത്. അതും വീട്ടിനകത്തു നിന്നോ പുറത്തു നിന്നോ വധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പടി തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസം നിലനിൽക്കുന്നത്, സന്ധ്യാസമയത്ത് പടിയിൽ കയറി നിൽക്കരുത്. ഇന്നിപ്പോൾ വീടുകളിലൊന്നും തന്നെ പടികളില്ല. എന്നാൽ പഴയ കാലത്ത് പടികൾ ഉണ്ടാവുമല്ലോ, നമ്മളവിടെ സന്ധ്യക്ക് വിളക്ക് കത്തിക്കും. അപ്പോൾ അത്തരം പടികളിൽ കയറി നിൽക്കാൻ പാടില്ലെന്ന് നമ്മൾ നിഷ്കർഷിക്കാറുണ്ട്. ഈ പടിയുടെ പ്രതീകമായിട്ടാണ് തെയ്യക്കളത്തിൽ പീഠത്തിൽ വെച്ച് അസുര നിഗ്രഹം നടത്തുന്നത്. ഹിരണ്യകശിപുവിൻ്റെ വധം സാധാരണ രീതിയിലൊന്നുമല്ല. കുടല് പിളർന്ന് കുടലുമാല വലിച്ചെടുത്ത് അതിൻ്റെ നിണം കുടിച്ച് ആ കുടലുമാലയൊക്കെ ഭക്ഷിക്കുന്നതൊക്കെ വളരെ കൃത്യമായി തന്നെ തെയ്യക്കളത്തിൽ ആടുന്നത് വളരെ രസകരമായ കാഴ്ചയാണ്. ചതുർവിധ അഭിനയങ്ങളിൽ അഭിനയത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു തെയ്യക്കോലം വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി ഈ തോറ്റത്തെക്കുറിച്ചുള്ള പ്രയോജനം എന്താണെന്ന് നമുക്ക് പറയാം.
അടുത്ത ദിവസം തെയ്യം കെട്ടിയാടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തോറ്റം എന്നുള്ളത് എല്ലാവരുടെ മനസ്സിലും ഉയരുന്ന ഒരു ചോദ്യമായിരിക്കണം. തെയ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൂർണ്ണതയാണ്. ആ പൂർണ്ണത കാണുകയും ആസ്വദിക്കുകയും അതിനുവേണ്ടി സമർപ്പണങ്ങളും നടത്തുന്ന സമയത്ത് തെയ്യം ആരാണ്, എന്തിനാണ്, എന്തിനു വേണ്ടി അവതരിച്ചു, എന്തിനു വേണ്ടി ഈ കാവിലെത്തിച്ചേർന്നു, എങ്ങനെ എത്തിച്ചേർന്നു തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കഥയറിയാതെ ആട്ടം കാണുക എന്നൊരു ചൊല്ല് നമ്മുടെ കഥകളിയെ മുൻനിർത്തിയുണ്ടല്ലോ. കഥകളി മുഴുവൻ കണ്ടാലും രാമൻ സീതയ്ക്കാരാണ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ തെയ്യത്തിൻ്റെ അരങ്ങിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആവണം പൂർവികർ തോറ്റം ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക. തെയ്യം അരങ്ങത്തെത്തുന്നതിന് മുമ്പ് തന്നെ തെയ്യത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുകയും അന്യോന്യം ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണ് തോറ്റം ഇവിടെ തെയ്യക്കളത്തിൽ നൽകുന്നത്. തെയ്യം എന്ന അനുഷ്ഠാനം കേവലമായ ഒരു കലാരൂപം മാത്രമല്ല, അത് ജനങ്ങളുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി നിലകൊള്ളുന്ന മൂർത്തികളാണ്. അതുകൊണ്ട് തന്നെ കഥയറിയാതെ ആട്ടം കണ്ടാൽ അത് വേണ്ടത്ര ജനങ്ങളിൽ ഫലവത്താകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആവണം പല തട്ടുകളിലായി തെയ്യം എന്ന അനുഷ്ഠാനത്തെ ക്രമീകരിച്ചിട്ടുണ്ടാവുക. അത് സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി എന്നെന്ന് നിലകൊള്ളട്ടെ. തെയ്യത്തെക്കുറിച്ചുള്ള, തോറ്റത്തെക്കുറിച്ചുള്ള ഒട്ടനവധി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി, വിശേഷങ്ങളുമായി കൂട്ടി വായിക്കുക. അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത. ഒന്നുകൂടി നന്ദി.